പ്രണയത്തിന്റെ മഷി പുരണ്ട കത്തുകൾ, വിരഹത്തിന്റെ നേറിയ അക്ഷരക്കൂട്ടുകളുമായി വിലാസക്കാരനെ തേടിയെത്തുന്ന തപാലുകൾ, ജോലിക്കുള്ള ക്ഷണക്കത്തുകൾ, സന്തോഷവും സങ്കടവുമടക്കം നാട്ടുവിശേഷങ്ങളുടെ ഉപന്യാസം തന്നെയാകും പലതിലും കുറിക്കപ്പെട്ടിട്ടുണ്ടാവുക. പ്രേക്ഷിതരിൽ നിന്നും സ്വീകർത്താവിലേക്കുള്ള ദൂരത്തിനിടെ ഇവിടെയാണ് അവ അല്പസമയം വിശ്രമിച്ചിട്ടുണ്ടാവുക. സന്തോഷകരമായ കാലം അടർന്നുപോയി. ലാൻഡ് ഫോണും മൊബൈൽ ഫോണും വന്നതോടെ പലയിടത്തും തപാൽ പെട്ടികൾ വെറും കാഴ്ചവസ്തുക്കളായി മാറി. പോസ്റ്റ്മാൻ അഞ്ചലോട്ടക്കാരനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കാലത്തുള്ളതാണ് തിരുവിതാംകൂറിന്റെ രാജ്യമുദ്ര കൂടി പതിപ്പിക്കപ്പെട്ട ഈ തപാൽ പെട്ടി. 1950 കോഴഞ്ചേരിയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ അതിനും വർഷങ്ങൾക്ക് മുൻപെയാണ് അഞ്ചൽ പെട്ടിയുടെ നിർമ്മാണം. കോഴഞ്ചേരിക്കാരുടെ ഉള്ളിൽ കയ്യക്ഷരത്തിന്റെ വായനാനുഭവമായി തപാൽ പെട്ടി എത്തിയിട്ട് 75 വർഷം. ബെല്ലാഡ് മാർക്കറ്റിനോട് ചേർന്നാണ് പോസ്റ്റ് ഓഫീസ്. കെട്ടിടത്തിൽ നിന്നും 10 മീറ്റർ മാറിയായിരുന്നു പെട്ടി സ്ഥാനം പിടിച്ചിരുന്നത്. കോഴഞ്ചേരിയിലെ പുതിയ പാലത്തിലേക്കുള്ള സമീപനപാതയുടെ നിർമ്മാണത്തിനായി കഴിഞ്ഞ ദിവസം തപാൽ പെട്ടി നീക്കി. തപാൽ ഓഫീസ് പരിസരത്ത് കൂടി ഇനി പുതിയ റോഡും വരും. PMG ഓഫീസിൽ ഒരെണ്ണമുണ്ട്, പിന്നെ അഞ്ചൽ പോസ്റ്റ് ഓഫീസിൽ ഒരെണ്ണമുണ്ട്. കാസ്റ്റിംഗ് ആണോ അങ്ങനെയുള്ള വെച്ചിരിക്കും. പതിറ്റാണ്ടുകളായി കാറ്റും മഴയും ഏറ്റിട്ടും പ്രൗഢിയുടെ വിലാസം മായാതെയുണ്ട് അഞ്ചൽപ്പെട്ടി. അത് ബ്രിട്ടീഷ് കാലത്തെ നിർമ്മാണ വൈഭവമെന്നാണ് കണക്കാക്കുന്നത്. നമ്മൾക്ക് സംബന്ധിച്ച് പൗരാണികത എന്ന് പറയുമ്പോൾ അമ്പലങ്ങൾ, പഴയ പള്ളികൾ, പഴയ കെട്ടിടങ്ങൾ, സ്മാരകങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ വാല്യൂ അല്ല, അതിനെക്കാട്ടിലേറെ നമ്മളെ പരിഗണിക്കേണ്ടി ഒന്നാണ് ഇതുപോലെയുള്ള സാധാരണ ജനങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം അടയാളങ്ങൾ. അപ്പോൾ ഇത്തരം അടയാളങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അനധാവനതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കേടാകാതെ വളരെ പവിത്രമായിട്ട് ഒരു മാന്യമായിട്ട് വേണം അതിനെ പെരുമാറുന്നത്. നമ്മളൊരു JCB കിളക്കിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ. അത് JCB കിളക്കുന്നതിന് മുമ്പേ ബന്ധപ്പെട്ട പുരാവസ്തുവിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരോ വന്ന് അതിനെ കൃത്യമായി പൊതിഞ്ഞ് കേടുകൂടാതെ ഇളക്കി മാറ്റാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്നു. സ്ഥാനം മാറുകയാണ്, ഉത്തരവാദിത്തങ്ങൾ മാറുന്നതേയില്ല. തലമുറകളുടെ ഉള്ളിൻ്റെ തുടിപ്പുകൾ മേൽവിലാസമാക്കാൻ അഞ്ചൽപ്പെട്ടി ഇവിടെ തന്നെ ഉണ്ടാകും, തുരുമ്പെടുക്കാതെ തന്നെ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, ഞാനും ശരിക്കും ഈ തപാൽ പെട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൗതുകത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പത്തിലും ഇതത്ര ഒരു പുതുമയുള്ള അങ്ങനെ ഒരു കാര്യമൊന്നുമല്ല, ഒരു പഴയ ഓർമ്മ എന്നുള്ള രീതിയിൽ തന്നെയാണ് നോക്കിക്കണ്ടിരുന്നത്. സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴിക്ക് ഇതിങ്ങനെ തുരുമ്പെടുത്ത് അവിടെ നിൽക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അപ്പോഴേക്കും ലാൻഡ് ഫോൺ വന്നു, പിന്നെ കീപാഡ് ഫോൺ വന്നു, ഇപ്പോൾ സ്മാർട്ട് ഫോണുകളുടെ കാലമായി. അപ്പോൾ ഇത് അത്ര ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയല്ല 90s കിഡ്സിലെ ചിലർക്കെങ്കിലും. പക്ഷേ അതിനേക്കാൾ കുറച്ച് പുറകിലെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവരുടെയൊക്കെ ഓർമ്മകളിൽ വലിയ സ്ഥാനം ഈ തപാൽ പെട്ടികൾക്കുണ്ടാകും. എന്തായാലും കോഴഞ്ചേരിക്കാരുടെ അഭിമാനമായി ഈ അഞ്ചൽപ്പെട്ടി അവിടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ടല്ലേ? അഞ്ചലെഴുത്തുപെട്ടി എന്നുള്ള ഒരു വിശേഷണം പുതിയ തലമുറയുടെ മനസ്സിലോ ചിന്തയിലോ തന്നെ ഉണ്ടാവുകയില്ല. കാരണം അവർ ജനിച്ച് വളർന്നപ്പോൾ തന്നെ കണ്ടത് മൊബൈൽ ഫോണുകളാണ്, അതിൽ ഗെയിം കളിച്ചാണ് അവരുടെ വളർച്ച. അതേസമയം പഴയ തലമുറയ്ക്ക് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും ഇതിലൂടെയായിരുന്നു. തപാൽ പെട്ടിയിലേക്ക് കത്തുകൾ ഇട്ട് പോസ്റ്റ്മാനെ കാത്തു നിന്ന് അതിന് മറുപടി സ്വീകരിച്ച ഒരു നല്ല ഓർമ്മകൾ അവർക്ക് കൈവറക്കാനുണ്ടാകും. അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും ഒരു നൊസ്റ്റാൾജിക് ഫീൽ നൽകുന്നത് തന്നെയാണ് ഈ ചിത്രങ്ങൾ. അതേസമയം ഈ ഒരു ചരിത്രപരമായ പ്രാധാന്യം ഉൾക്കൊണ്ടല്ല ഈ പെട്ടി ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചതെന്നുള്ള വിമർശനം തോമസ് സാറിനെ പോലെയുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ജോലികൾക്കിടയിൽ മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് ഈ പെട്ടി ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് നീക്കി സ്ഥാപിക്കാനുണ്ടായത്. ചുരുക്കത്തിൽ 75 വർഷമായിട്ടുണ്ട് ഈ പോസ്റ്റ് ഓഫീസിന് പ്രായം. അതേസമയം തന്നെ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപായിരിക്കും തീർച്ചയായും ഈ പെട്ടി നിർമ്മിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കം വരുന്ന ഈ പെട്ടി അതിൻ്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യം, മൂല്യം മനസ്സിലാക്കാതെ ഒരിടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനം ഒരു കോണിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പോസ്റ്റ് ഓഫീസിൻ്റെ സമീപത്ത് തന്നെ അത് മാറ്റി സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. ശ്രദ്ധിക്കുകയായിരുന്നു, ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് ഈ അഞ്ചൽപ്പെട്ടി. കത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാലമൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. നമ്മൾ പണ്ടത്തെ കുറേ സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു കത്ത് കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷത്തോടെ അത് വായിക്കാൻ വേണ്ടി ഓടുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒരിക്കലും തിരിച്ചുപോക്കുണ്ടാവില്ല. ഇപ്പോൾ ഫുൾ സ്മാർട്ട് ഫോണിന്റെ കാലമാണ്. വീഡിയോ കോൾ ചെയ്തെല്ലാം കാണാം. കത്തിന് വേണ്ടി കാത്തിരുന്ന കാലമൊന്നും ഇന്നില്ല എന്ന് തന്നെ പറയാം.